ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാനൊരു കുഞ്ഞു മണ്ടത്തരത്തിലൂടെയാണ് തുടങ്ങിയിരിക്കുന്നത്. അതായത് ഇപ്പം 3 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ, പക്ഷേ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് 16 ഡിഗ്രി ഉണ്ട്, സണ്ണിയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, കാലത്ത് കുറച്ച് തണുപ്പ് സഹിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ജാക്കറ്റ് എടുത്തില്ല, പകരം ഹൂഡി എടുത്തു. ഇന്നലെ വന്നപ്പോഴായാലും തിരിച്ച് വരുന്ന സമയത്ത് ചൂടായിരുന്നു, 10 ഡിഗ്രി ഉണ്ടായിരുന്നു, ചൂടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നാൽ കണ്ട് ഇന്ന് ഹൂഡി ഇടാം മതിയാവും എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, തണുപ്പുണ്ട്. പിന്നെ അധികം തണുപ്പ് കൊള്ളാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ കുഴപ്പമുണ്ടാവില്ല, കുറച്ചും കൂടി പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, യൂറോപ്പിൽ അല്ലെങ്കിൽ ഇപ്പോൾ കാനഡ, UK, ജർമ്മനി അങ്ങനെ പോയിരിക്കുന്ന സ്ഥലത്തുള്ളവരൊക്കെ പറയുന്നത് മുട്ടുവേദന, കൈവേദന, ജോയിൻറ്റ് വേദന അത് ഈ തണുപ്പടിച്ചിട്ടുള്ള പ്രശ്നമാണ്. ഇനി എനിക്ക് തിരിച്ച് കയറിപ്പോയി മാറിയെടുക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഇവിടെ നിന്നൊരു 100 മീറ്റർ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇനി വരാൻ പോകുന്നവരോട് ഞാൻ പറയുകയാണ്, തണുപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ടു വെയർ എ ജാക്കറ്റ്. നിങ്ങളുടെ ബോഡി ചൂടാക്കി നിർത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. കാലത്ത് തന്നെ മണ്ടത്തരം സെറ്റായിട്ടുണ്ട്. ഇനി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ജാക്കറ്റ് എടുക്കുന്നതായിരിക്കും. ജോലിക്ക് പോകാം. ഇന്നൊരു ശുഭ ദിവസമായിരിക്കും. നമുക്ക് ഇന്നും കൂടി സ്റ്റുഡിയോ ക്ലീനാക്കി മെയിൻറ്റെയിൻ ചെയ്യണം. നാളെയാണ് ക്ലയൻറ്റ് കാര്യങ്ങളൊക്കെ വരണേ. പക്ഷേ ക്ലയൻറ്റ് വന്ന് പൊക്കോട്ടെ, എൻ്റെ പരീക്ഷ. ഇന്ന് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ടീമിന് ഫുള്ള് ആ സ്ഥലം മൊത്തം ക്ലീനാക്കൽ, ബാക്കിയുള്ളൊരു ഷൂട്ടിങ്. എൻ്റെ പണി പഠിത്തം. ഏതെങ്കിലും മുക്കിൽ എവിടെയെങ്കിലും പോയിരുന്നിട്ട് കുത്തിയിരുന്ന് പഠിക്കണം. അതാണ് നമ്മുടെ അല്ല, എൻ്റെ പ്ലാൻ. പിന്നെ ഇന്നത്തെ യാത്രയും ബസ്സിൽ തന്നെയാണ്. ഞാൻ നോക്കി ട്രാമൊന്നുമില്ല, ഇവിടെ നിന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ മാറി കയറണം. അപ്പോൾ ഇന്നും ബസ് യാത്രകളാണ്. അത്രയൊക്കെ ഉള്ളൂ. ഇനി നേരെ ജോലിക്ക് പോകാം. When do you feel safe? When do I feel safe? When you are here around. Give some practical answer. When it's stable in the life. Okay. Then I feel safe. That's a really good answer. Mr. Shimmer, when do you feel you're safe? When do I feel I'm safe? Yes. When I'm around the people I can trust. Ooh, I like that one. അടുത്ത ആളുടെ അടുത്ത് പോവാ. മുസ, I have a question for you. It's a good question actually. Come this side. There is too many products there. Mr. Musa, when do you feel you're safe? Safe? Yeah. What do you mean? Like when do you feel you're safe? When I'm with a woman hugging me. Go. Yeah. Shit. Sagar sir. Come on. When do you feel you're safe? Don't have answer. Come on. Tell at least your wife. Yeah. നമുക്കിനി പുള്ളിയുടെ ഭാര്യയോട് ചോദിക്കുക. ആമി സാർ. When he is with me, when I'm with him. Oh, made for each other couple. സാധാരണ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്നെ കാണുമ്പോൾ ഇത്രയും വൃത്തിയൊന്നും എനിക്ക് തോന്നാറില്ല. പക്ഷേ ഈ കണ്ണാടിക്ക് എന്തോ ഒരു പ്രത്യേകത. ഞാനങ്ങടെ സുന്ദര കുട്ടപ്പനായി. നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കെന്തോ നല്ല രീതിയിൽ തോന്നുന്നു. കണ്ടില്ലേ, നോം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. നിങ്ങൾ പലരും നോം വേറെ രീതിയിൽ ഇരിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നോം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ എന്തോ ലൈറ്റിന് എന്തോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് ഞാൻ ചെക്ക് ചെയ്യാൻ വന്നതാണത്. ഇങ്ങനെ 4 എണ്ണം ഉണ്ട്. നമ്മുടെ മോഡൽ വരുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്താണ് മേക്കപ്പ് പരിപാടികൾ. കൊള്ളാമല്ലേ? അതിൻ്റെ സ്റ്റേഷനാണ്. ഇവിടെ എന്തോ സർക്യൂട്ടിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ വന്നതാണ്. കുഴപ്പമൊന്നുമില്ല. കണ്ടില്ല, ഇവിടെയും ഞാൻ അങ്ങനെ തന്നെ സുന്ദര കുട്ടൻ. ഇവിടെയും ഞാൻ അങ്ങനെ തന്നെ. പിന്നെ ഇത് മേക്കപ്പിൻ്റെ കുറേ ഐറ്റംസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇത് ചെക്ക് ചെയ്യാൻ വന്നു. ഇവിടെ എന്തോ അവിടെ ഉടങ്ങിയ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള ബോധം പോലും മറക്കില്ല. അപ്പോൾ നോക്കിയാൽ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് കാര്യങ്ങൾ സ്മൂത്തായിരിക്കും. അപ്പോൾ ശരി, ബൈ. എന്നാലും കൊള്ളാട്ടെ ഈ പരിപാടി. വെറുതെ അല്ല, കണ്ണാടിക്കൊക്കെ എഫക്റ്റ് ഉണ്ടെന്ന് പറയണേ. ഞാൻ ആരാ? എന്നെ നിങ്ങളിപ്പോൾ ഇങ്ങനെയല്ല കാണണേ. സമയം കാലത്ത് 7 മണിയായിട്ടുള്ളൂ. വെറും 7 മണി. ഞാൻ വന്നിട്ട് ജോലി തുടങ്ങുന്നേ ഉള്ളൂ. വെളിച്ചം കണ്ടാൽ നിങ്ങൾ എൻ്റെ മുഖത്തടിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. എൻ്റെ ഈ ബ്രൗൺ സ്കിന്നിൽ വെയിലടിച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 7 മണിയായപ്പോഴേക്കും ഇത്രയും വെളിച്ചമായി. ഇനി സമ്മറായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും സമ്മറായി കഴിഞ്ഞാൽ
ഇപ്പം ടെമ്പറേച്ചർ ആണെങ്കിൽ പുറത്ത് 13 ഡിഗ്രി. ഞാൻ കാലത്ത് ഇറങ്ങിയപ്പോൾ 3, 4, 5 കണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ ഡ്രെയിൻ എത്രയാണ്, അതുകൊണ്ട് 3, 4, 5 എന്ന് പറയുന്നത് തണുപ്പായിരുന്നു. അപ്പോൾ കൊടുക്കുന്ന തണുപ്പ്. ഇപ്പം നല്ല വെയിൽ. ഇപ്പോഴും ആ ഒരു ചെറിയൊരു തണുത്ത എഫക്റ്റിൽ നല്ല വെയിൽ. നല്ല വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കാൻ പറ്റില്ല, അത്രയും പൊട്ടണ വെയിൽ. ഓക്കെ, അയ്യോ ഇതൊന്ന് കത്തിക്കൊണ്ടിരിക്കുക സൂര്യേട്ടൻ. ഇതെങ്ങനെയാണോ സാധിക്കണേ? സമ്മർ ഒന്നും കൂടി ആവട്ടെ, പൊളിക്കും. സമ്മർ എനിക്ക് ഈ ഒരു സമ്മർ ഇഷ്ടമാണ്. ഈ കുറച്ചും കൂടി കഴിഞ്ഞാൽ വെളിച്ചം നല്ല രീതിയിൽ കൂടും, നല്ല ചൂടും. അതെനിക്കിഷ്ടമല്ല, അത് ഭയങ്കര പ്രശ്നമാണ്. ഇത് സെറ്റാ, അടിപൊളി. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പിഗ് ഫ്രൈ. കഴിഞ്ഞ ദിവസം ഗ്രേവി ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഡ്രൈ ആക്കിയിട്ടുണ്ട്. പ്ലീസ് ട്രൈ 1 piece. No, I don't want to taste. Then you can try pickle. Ooh la la. Oh my god, what? It's spicy. Nah, it can't be that spicy. Very spicy. It can't be that spicy. This is not spicy. I don't trust you. Oh shit. I don't trust I you. felt it in No, my no, nose. it's not spicy. That is spicy. I don't trust you. Come on, 1 piece. Let somebody try this before me. Not you. Come on. Kasha, can you try 1 piece? Try. You can try. Take 1 piece. Yeah, take 1 piece. I will Oh. take. Oh, It's spicy. It looks Yes, spicy. take I one think piece. he's lying to us. no. That is it's not not spicy. that. Take this one. That is only Spicy? not that spicy. It is. This one is very spicy. He's lying. You will see how Shimon's gonna fly now. It's good. It's not spicy? No. Are you sure? No. Try. I will try. Shipko, If shipko. I die, you know the reason. If I have problems going to the bathroom after that, if I have fire going out, also No, you'll be it's the pepper reason. fry. You'll love it. It's typical pork fry. Okay, Jink. Half is for me. How is it? Hold. How is the taste? Do you get the flavors? You get the flavor of pepper. Also curry? No, it's not curry. It's dry fry. Don't try this. That is spicy. No. It's red in color. Actually, it's good. Yeah, try please. It's good actually. No, it's good. I'm a It's professional. not spicy, but it's good. Wait, Shimon tried the Pickle. Don't say it's spicy shit. Shimon's turning red. You are turning red already. Don't need the bread. Wait. Don't need the bread now. No, but it don't be spicy. But you are red, man. Am I? Yeah. നാളത്തെ പരീക്ഷ പാസ്സാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജോലിക്ക് വന്നത്. പലർക്കും സംശയം ഉണ്ടാവും പരീക്ഷയായിട്ട് എന്ത് തേങ്ങയ്ക്കാണ് ഞാൻ ജോലിക്ക് വന്നതെന്ന്. ആ ഒരു ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ജോലിക്ക് വന്നേക്കണേ, പാസ്സാകുമായിരിക്കുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ. ഞാൻ എന്നാലും പഠിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ തൊട്ടും തൊടാതെ നോക്കിയിട്ടുണ്ട്. ലെക്ചറുകളൊക്കെ ഒന്ന് ഇനി കണ്ണു പിടിക്കണം, അതാണ് ഇനി ചെയ്യാൻ പോണേ. അതായത് പരീക്ഷയാണെങ്കിലും നമുക്ക് ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം ഓടണമെങ്കിൽ നമ്മുടെ കയ്യിൽ ചുള വരണം. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ജോലിക്ക് വന്നത്. അത് മാത്രമാണ് എൻ്റെ ഇൻറ്റൻഷൻ, അതല്ലാതെ വേറൊന്നുമില്ല. പരീക്ഷയെ ബഹുമാനിക്കാതിരിക്കുന്ന ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വലിയ സബ്ജക്റ്റുകൾ പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. ടോക്സിക്കോളജി അടുത്ത സെറ്റ് പരീക്ഷ വരുന്നുണ്ട്. അതിന് ഞാൻ കൊലപ്പടിപ്പായിരിക്കും. അപ്പോൾ സബ്ജക്റ്റും കൂടി അനുസരിച്ചിട്ടാണ് എൻ്റെ പഠിത്തത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി. ഇത് കയ്യിൽ നിന്നിട്ടായാലും കുറച്ചൊക്കെ പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു ചെറിയൊരു ഓവർ കോൺഫിഡൻസ് എന്ന് പറയില്ല, അതുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ ഒക്കെ കയ്യിൽ നിന്ന് പോകും. എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. ഇനി പഠിക്കണം. പഠിച്ചെന്തെങ്കിലും ആയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പിടിയൊന്നുമില്ല, മൊത്തം വായിച്ച് വിടുകയാണ്. അത് മതിയാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇവിടുത്തെ ജോലി പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ താഴെ ടീം വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇനി ഒരു 3-4 മണിക്കൂറും കൂടി ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സിസ്റ്റം ഓൺ ആക്കിയിട്ട് പ്രൊഡക്ടിവിറ്റി നോക്കിയാൽ മതി. അവരുടെ ഒക്കെ കൗണ്ട് എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പോയി ചുമ്മാ ഞാനിവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അതല്ലാതെ ഇവിടുത്തെ മെയിൻ പഠിപ്പശാലയിലെ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു നീക്കുപോക്ക്. സോ ഫാർ എവറിത്തിങ് ഈസ് ഗുഡ്. ഇന്ന് ഭയങ്കര ചിൽ ഡേ ആയിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചു, എല്ലാവരും പോയി. ഞാൻ എൻ്റെ കാര്യം നോക്കി പഠിച്ചു. എല്ലാവർക്കും ഓക്കെയാണ്.
അതൊക്കെ തന്നെയാണ് ഇന്ന് സംഭവിച്ചത് മൊത്തത്തിൽ. ഇനി നമുക്ക് ഈ ദിവസം കഴിയാൻ വേണ്ടി കാത്തിരിക്കാം. Miss Olivia, Yeah. how was your work today? It was good. It was very nice. I liked the way the model works. I was with my best photographer, so it was perfect. You didn't say anything about me. Oh yeah. So we also had our boss in our studio, and that was the best part of this day when he just hanging around and looking at us working. That was the best part of the day. Oh. So what make you feel safe? My own strength. Anything else? Yeah, what makes me feel safe? Coming here to this work and having Paul as a boss. That makes me feel so safe. കുഴപ്പമില്ല, പക്ഷേ ഒന്നും അറിയത്തൂല. ആ അവസ്ഥയിലാണ് നാളെ ഇനി പരീക്ഷ എഴുതാൻ പോണേ. ഇത്ര നേരം വെറുതെ കണ്ണോടിച്ചു പോയി. ഇനി തിരിച്ചു പോയിട്ട് സീരിയസ് ആയിട്ട് പഠിക്കണം. ഇപ്പം സമയം 8 മണിയായിട്ട്. 8 മണിക്കാണ് ഇത്രയും വെളിച്ചം. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോവാ, കുളിക്കുക, സീരിയസ് ആയിട്ട് പഠിക്കുക, കാലത്ത് വരെ ഇരുന്ന് പഠിക്കുക, പരീക്ഷ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഉറങ്ങാൻ പറ്റട്ടെ. ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു, ചിൽമോഡായിരുന്നു. പക്ഷെ പരീക്ഷ എന്ന് പറഞ്ഞ സാധനം ഉള്ളിക്കിടന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല. പോവുക, പഠിക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കി. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, ഉറക്കം ഞാൻ സാക്രിഫൈസ് ചെയ്യുന്ന ഓരോരോ നിമിഷങ്ങൾ. ഇത് അതിൽപ്പെടുന്നൊരു നിമിഷമാണ്. ഇന്ന് ഉറക്കം സാക്രിഫൈസ് ചെയ്തില്ലെങ്കിൽ നാളെ ഞാൻ പരീക്ഷപ്പെട്ടു. നാളെ പരീക്ഷപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീടെസ്റ്റ് വരും. റീടെസ്റ്റ് വരുന്ന സമയത്ത് ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും പരീക്ഷയുടെ നടുക്കൊണ്ടേ ഇവിടുത്തെ പ്രൊഫസർമാർ വെക്കുള്ളൂ. അപ്പോൾ അതും കൂടി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇയർ ബാക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? ഉറക്കത്തിന് ഇവിടെ നിന്ന് വെട്ടിക്കുറയ്ക്കുക, എന്നിട്ട് അങ്ങോട്ട് പഠിക്കുക. പഠിക്കാൻ വേറെ നിർത്തിയില്ലല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരിപാടി. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ദിവസം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. സ്ഥലം ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. നാളെ ഏതൊരു ക്ലയൻറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ ടീമിനെ വെച്ച് മൊത്തം സ്റ്റുഡിയോ വെച്ച് അങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പോവാ, കിടന്നുറങ്ങുക, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക. പിന്നെ 8 മണിയുടെ വെളിച്ചമാണ് നിങ്ങളീ കാണുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ 10 മണിക്ക് വെളിച്ചത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി തിരിച്ച് നേരെ വീട്ടിലേക്ക്. ശുഭദിനം. ബൈ ബൈ.